ഒരു നിമിഷം സുന്നി ആയിക്കോ, കൽബിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചം കിട്ടും. സുന്നി ആയിക്കോ മനുഷ്യ, സുന്നിയായ മനുഷ്യന് കൽബിലേക്ക് അടിക്കുന്ന ഒരു പൂങ്കാറ്റ് അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. സുന്നിക്കോ, സുന്നിക്ക് കിട്ടുന്ന കൽബിലെ ഒരു കാറ്റുണ്ട്, അത് ആസ്വദിക്കാന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്, അതിന്റെ ഒരു സുഗന്ധം മനോഹരം. അല്ലേ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊരു ബദർ ബൈത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഗന്ധമുണ്ട്. അവരാരാ? ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദർ ഫഖാല ഇഅ്മലു മാ ശിഅ്തും. ബദർ കഴിഞ്ഞപ്പോൾ അല്ലാഹു ബദരീങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ശിക്ഷിക്കൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങളെ നരകത്തിലിടൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ, തെറ്റ് ചെയ്താലും നരകത്തിലിടൂല എന്ന് വ്യംഗ്യാർത്ഥം. വ്യംഗ്യർത്ഥത യമരുമാശീട്ടും നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്യുന്നല്ല, പക്ഷെ അത് അള്ളാന്റെ സന്തോഷമാണ്. മനസ്സിലായോ? നമ്മളൊരു മകൻ നമുക്ക് അത്രയും വലിയ ഒരു ഉപകാരം ചെയ്തു തന്നാ പറയില്ലേ, എന്റെ കുട്ടി നീ എന്ത് ചെയ്താലും ബാപ്പാക്ക് പ്രശ്നമില്ല. മകളെ കെട്ടിക്കാണ് ഒരു മിനിങ് പൊന്നില്ലാത്ത സമയത്ത് മകൻ എന്ത് ചെയ്തു? ഗൾഫിൽ നിന്നാണ് വന്നിട്ട് 50 പവൻ പൊന്ന് വാങ്ങിക്കൊടുത്ത് എല്ലാ കല്യാണമൊക്കെ നടത്തിയ ബാപ്പ പിടിച്ച് പറയില്ലേ, നീ എന്റെ കുട്ടി എന്ത് പറഞ്ഞാലും ബാപ്പാക്ക് പ്രശ്നമല്ല കേട്ടോ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു വാക്കാണ് എന്ത്? നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് ശിക്ഷയില്ല എന്നർത്ഥം. ഈ രൂപത്തിലാണ് ബദർ കഴിഞ്ഞപ്പോൾ ബദരീങ്ങളെ നോക്കി അല്ലാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ബദരീങ്ങളെ ബദർ ബൈത്ത് ചെല്ലുമ്പോ ഇവിടെ കിട്ടുന്ന രസമുണ്ട്, അത് വല്ലാത്തതാ, അത് വല്ലാത്ത. بحمزة الكرار عم المصطفى أسد الإله وسيد شهداء الله. ഇതിന്റെ ചുരുക്കത്തിലാണ് മുഅ്മിനേ, നീ ചിന്തിക്കുന്ന മാഷയല്ല. ഒരു സുന്നിയായാൽ കിട്ടുന്ന ഒരു രസം ഭയങ്കരമാണ്, വല്ലാത്തൊരു രസം തന്നെയാണ്. ഒരു മജ്ലിസ് നൂർ ചൊല്ലിയാൽ അതിൽ കിട്ടുന്ന ഒരു രസം വളരെ മനോഹരമാണ്. അൽ ബദ്രിയത്തുൽ മൻഖൂസിയ അല്ലെങ്കിൽ ബദർ ബൈത്ത്, എന്തും അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഞാൻ വിഷയം തീർത്തില്ല. ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി, അശ്അരിയാക്കളൊക്കെ ഇതിൽ വിശ്വസിക്കുന്ന തബറുക്ക് ബദറിയത്തെ അല്ലല്ലേ, ദലാലുൽ ഖൈറാത്തി അല്ലല്ലേ, എല്ലാ നല്ല കാര്യവും ഇതൊക്കെ സ്വലാത്ത് പെരുപ്പിക്കല്, ഇങ്ങനെ ഇന്ന് അഹ്ലു സുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആയത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട മാഇദയിലെ 54-ാമത്തെ ആയത്ത്. നിങ്ങൾ ആരെങ്കിലും ദീനിൽ നിന്ന് തെറ്റിപ്പോയാൽ നിങ്ങൾ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ജനത വരുന്നുണ്ട്. അവര് വല്ലാത്തൊരു ജനതയാണ്, ശ്രദ്ധിക്കും. എന്നിട്ട് പറയാണ് എങ്ങനെ പിന്നെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ മയർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ ബാക്കി യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. നോക്കണേ, യുഹിബ്ബൂനഹു വയുഹിബ്ബുഹും എന്നല്ല, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ഇങ്ങോട്ട് യുഹിബ്ബുഹും അവരെ അല്ലാഹു ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു അവർ അല്ലാഹുവിനെയും. ഇവിടെ അല്ലാഹുവിന്റെ ഇഷ്ടമാണ് മുന്തിച്ച്, ഇവരെ ഇഷ്ടല്ല. അല്ലാഹ് പഠിച്ചോനെ, ഒരിക്കലെങ്കിലും നീ ഞങ്ങളെ പറ്റിയും മാശറയിൽ അങ്ങനെ പറയുന്നത് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. നിന്റെ ലിഖാഇന്റെ വേളയിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് നീ ഞങ്ങളോട് പറയണമേ പഠിച്ചവനെ. അത് കേൾക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. അത് വല്ലാത്തൊരു പേരല്ലേ, യുഹിബ്ബുഹും അല്ലാഹുമ്മ ജഅൽനി മിൻ اللهم اجعلنا منهم اللهم اجعلنا منهم يا إله العالمين يا الله يا الله يا الله يا الله يا الله الله ഹവാക്കണി നിന്റെ ലിഖാഇന്റെ വേളയിൽ ഞങ്ങളോട് പറയണമേ അല്ലാഹ്. ഈ സംഘം യുഹിബ്ബുഹും അല്ലാഹു പറ അല്ലാഹു, അതായത് എല്ലാവരും ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ ഒരു ജനം ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും മുഅ്മിനായി എണീറ്റ് നിൽക്കുകയും ചെയ്യും. അവരെ അല്ലാഹുവിന് ഇഷ്ടം, അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്. ആദ്യം പറഞ്ഞ അല്ലാഹുവിന് അവരിഷ്ടം. ശ്രദ്ധിക്കണം കേട്ടാ,
ഈ ആയത്ത് തന്ന് സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാം പോയി. റസൂലുള്ളാഹി ഇങ്ങനെ സ്വഹബിലേക്ക് ഇങ്ങനെ വന്നു. റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പോകും. അത് പോവാൻ ഒരു പ്രത്യേക അവസ്ഥയിൽ സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആയത്ത് കൊടുക്കും. പിന്നെ റസൂലുള്ളാഹി മഹബിൽ സ്വഹബിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ തന്റെ ശിഷ്യന്മാരിയ്ക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് മഹാനായ അബൂ മൂസൽ അശ്അരി. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹും ഖൗമു ഹാദാ. തന്റെ സ്വഹാബിയായ അബൂ മൂസൽ അശ്അരി മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഈ ആയത്ത് റസൂലുള്ളാഹിക്ക് അവതരിക്കുന്ന നേരത്ത് അവതരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പോയിട്ട് മുന്നിൽ നോക്കുമ്പോൾ സ്വഹാബികളുണ്ട്. തൊട്ടടുത്ത് ആരിയ്ക്കുന്നുണ്ട്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. അബൂ മൂസൽ അശ്അരിയെ ഈ ആയത്ത് ഓതിയ റസൂലുള്ളാഹി നോക്കി പറഞ്ഞു, ഈ ആയത്ത് ഓതിയ റസൂലുള്ളാഹി പറഞ്ഞു, ഖും ഖൗമു ഹാദാ, ഇത് ഇവന്റെ കുടുംബത്തിൽ വരുന്ന ആളാ. ആ അബൂ മൂസൽ അശ്അരിയുടെ 9ാമത്തെ പേരക്കുട്ടിയാണ് അബുൽ ഹസൻ അശ്അരി. ആ മഹാൻ വഹാബികൾ കഫറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നെ കുന്തത്തിൽ നാട്ടിയാൽ എനിക്കൊരു കുന്തം വരാൻ പോണില്ല. നിങ്ങൾ സൗകര്യം, ഞാൻ ഇവിടെ ജീവിക്കാൻ വന്നോനല്ലടാ, ഞാൻ മരിച്ചു വന്നോനാ. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിക്കാളി മനുഷ്യന്മാരെ, നിങ്ങൾ മനുഷ്യറിൽ പോയി കുടുങ്ങണ്ട. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും വഹാബിയത്ത് സത്യമല്ല. വഹാബിയത്തിൽ വെള്ളിക്കോലിൽ വെള്ളിണ്ടായാലും വഹാബിയത്തിൽ ദീനുണ്ടാവില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു തുലാസ്, വെള്ളിക്കോൽ. ഇങ്ങനെ ചൂണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു മുന്നിലുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് ഹബീബായ നബി പറഞ്ഞു, ഹും ഖൗമു ഹാദാ, ആ ആളാണ് നമ്മളുടെ പള്ളിയുടെ പൈലോയിൽ എഴുതിയ അശ്അരി ത്വരീഖത്ത്. ആ അശ്അരി ത്വരീഖത്തിലെ ശൈഖാണ് ആര്? അബുൽ ഹസൻ അശ്അരി. ഈ അബുൽ ഹസൻ അശ്അരി ആരാ? റസൂലുള്ളാഹി ചൂണ്ടി പറഞ്ഞ അബൂ മൂസൽ അശ്അരി എന്ന സ്വഹാബിയുടെ 9ാമത്തെ തലമുറയിലെ പേരക്കുട്ടി. ആ പേരക്കുട്ടിയെ വഹാബികൾ കാഫിറായിട്ട് മനസ്സിലാക്കുന്നു. അവരുടെ തലമുടി ഐസ് പോലുണ്ട്. മനസ്സിലായില്ല? ഈ സ്ത്രീയുടെ തലമുടി ഐസ് പോലുണ്ട്. ഐസിന്റെ നിറം ഏതാ? വെളുപ്പ്. മനസ്സിലായില്ല പറഞ്ഞു? അതായത് അത്ര തല നിറച്ച ഒരു സ്ത്രീ വന്നു. അങ്ങനെ എന്ത് ചെയ്തു? വെള്ളം കൊടുത്തു, കുറച്ച് കൂടുതൽ വെള്ളം കൊടുത്തു. കൂട്ടത്തിലുള്ളവരൊക്കെ ഒതു കൊടുത്തു. ഖലീഫന്റെ ഭൃത്യനുണ്ട്, ഒതു കൊടുത്തു. ഒതു എടുത്തതിന് ശേഷം പിന്നെ ആ വെള്ളം ബാക്കിയപ്പോ പിന്നെ വധുവിൽ നിന്ന് കുടിക്കൽ സുന്നത്തുണ്ടല്ലോ, അത് കുടിച്ചപ്പോ ഭയങ്കര രസം തോന്നി. മരുഭൂമിയല്ലേ, അതങ്ങോട്ട് കുടിച്ചു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. നട്ടുച്ച വേനലുള്ള പകലും അല്ലേ, അതങ്ങോട്ട് കുടിച്ചു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഭൃത്യനോട് പറഞ്ഞേ, നമുക്ക് അവരോടൊരു നന്ദി പറയണം. അപ്പോൾ ഈ ഭൃത്യൻ പറഞ്ഞേ, അത് മുസ്ലിം വീടല്ല ഖലീഫ, നിങ്ങൾ അവിടേക്ക് നന്ദി പറയാൻ പോകണ്ട. അപ്പോൾ ഖലീഫ പറഞ്ഞു, മുസ്ലിം വീടോ അമുസ്ലിം വീടോ ഒന്നും നോക്കാൻ പാടില്ല, ഉപകാരം ചെയ്താൽ നന്ദി ചെയ്യണം. നേരെ ഈ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഈ തലമുടി ഐസ് പോലെ വെളുത്ത ഈ കിഴവിയായ സ്ത്രീ ഇറങ്ങി വന്നു. എന്നിട്ട് ഖലീഫയുടെ അടുത്ത് വന്നു. അപ്പൊ ഖലീഫ പറഞ്ഞു, നിങ്ങളെ തന്ന വെള്ളം കൊണ്ട് ഞാൻ ഒന്നു കൊടുത്തു, ഞാൻ കുറച്ച് കുടിച്ചു, എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി, വല്ലാത്ത രസമുള്ള വെള്ളം, ഞാനത് അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ ആ സ്ത്രീയെ നിങ്ങൾക്ക് കെലിമല്ലി മുസ്ലിം ആയിക്കൂടെ എന്ന് ചോദിച്ചു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, ഞാൻ മുസ്ലിം ആവുകയില്ല. അപ്പോൾ നന്ദി പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ പൊട്ടി പൊട്ടി ഇങ്ങനെ കരഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഭൃത്യൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഒന്നിനുമല്ല, ഇസ്ലാമായ ആൾക്ക് പരലോകത്തിൽ ചില പ്രത്യേക പദവികളൊക്കെ ഉണ്ടല്ലോ. ആ പദവികൾ, ആ ഉന്നതമായ പദവികൾ, അള്ളാന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാന്റെ റിദ്വാനും അതൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിൽ ആ സ്ത്രീയെ കാണാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന ഞാൻ ആലോചിച്ചു. അങ്ങനെ കരയുക. അന്നത്തെ ആ നാട്ടിന്റെ ഖലീഫയാണ് ആര്? ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല, വെറുപ്പില്ല. ഇത് വഹാബിയാണോ? ആവുക ഇല്ലേ, തലവെട്ടു. ഇങ്ങനെയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഓടിപ്പിച്ചത്. അങ്ങനെ 4 ലക്ഷം ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയത്. 4 ലക്ഷം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇതൊക്കെ ചിന്തിക്കണം. എന്നിട്ട് വഹാബിയത്തിൽ പോയവര് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരണം.
വഹാബിയത്ത് ഒരിക്കലും അടിസ്ഥാന ദീനല്ല. അതിൽ ധാരാളം പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ പിഴവ് കേവലം പിഴവല്ല, അത് ഖുനൂത്ത് ഓതലും ഓതാതിരിക്കലും എന്ന പിഴവല്ല, അത് തറാവീഹ് നിസ്കരിക്കലും നിസ്കരിക്കാതിരിക്കലും എന്ന പിഴവല്ല. പിന്നെ ഏതാണത്? അത് മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയ പിഴവ. അതിന് വലിയ പ്രശ്നങ്ങൾ, ദുനിയാവിൽ നട്ടം, ആഖിറത്തിൽ നട്ടം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം. മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ മാർഗം പിന്തുടരണം. ഇതാ ഈ കിടക്കുന്ന മനുഷ്യൻ 500 കൊല്ലം മുമ്പ് ഇവിടെ വന്നതാണ്. മഹാനായ അസ്സയ്യിദ് മദനിയിൽ ഉള്ള ആളമേ, അല്ലാഹ് ഇവരുടെ ദർജ ഏറ്റി കൊടുക്കണമേ റബ്ബേ. ഈ വടക്കൻ മലബാറിലും ദക്ഷിണ കർണാടകയിലുമെല്ലാം വെളിച്ചം നൽകിയത് മഹാനാണ്. 500 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ വന്ന സുന്നത്തിയമാണ് മഹാനായ സയ്യിദ് മദനി റഹ്മഹുല്ലാഹ്. അല്ലാഹ് അവരെ ദർജ ഏറ്റി കൊടുക്കണമേ റബ്ബേ. ഏത് നാട്ടിലും സുന്നത്തിയമായത്തിന്റെ സൂഫികൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ അത് വന്നിട്ടാണ് ദീനി വൃക്ഷം കൊടുത്തത്. ഖാജാ, മഹാനായ ഖാജ, സുൽത്താനായ ഖാജ സലീം ചിശ്തിയുടെ അടുത്ത് അക്ബർ ചെന്ന് എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല, എനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞു കരഞ്ഞു. അക്ബർ ചക്രവർത്തിയോട് സലീം ചിശ്തി പറഞ്ഞ്, എന്നോടല്ലടാ പറയേണ്ടത്, രാജാവിനോട് പോയി പറ. അപ്പോൾ രാജാവ് വിളിച്ചു. കാരണം ദില്ലി സൽത്തനത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയാണ് ആര്? അക്ബർ. ആരപ്പ എന്നെക്കാളും വലിയ രാജാവ്. പരിഭ്രാന്തനായി നിന്നു. ഉസ്താദാ, വലിയ ആളാ. അവർ സലീം ചിശ്തിയോട് എതിര് പറയാൻ പറ്റൂല. ഞാൻ അത്ഭുതത്തോടു കൂടെ നിന്നു. എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിയുണ്ടാണെങ്കിൽ രാജാവിനോട് പറയാം. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ഇയല്ലടാ സുൽത്താൻ. സുൽത്താൻ ഖാജയുടെ അടുത്തേക്ക് നടന്നുപോയി എന്നുള്ള താരീഖും ഞാൻ കണ്ടിട്ടുണ്ട്. അക്ബർ നടന്നുപോയി വെയിലത്ത് നടന്നു പോയിട്ട് മുഖം ചൊറുചൊങ്കനായ അക്ബർ ചക്രവർത്തി മുഖം വിവർണമായി. സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്നു. അക്കൊല്ലം ഭാര്യ ഗർഭിണിയായി. അതിന് ആദ്യ ഒരു കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് സലീം എന്ന് പേരിട്ടു. കാരണം ഖാജയുടെ അടുത്തേക്ക് അയച്ചത് ആരാ? സലീം ചിശ്തിയ. അതാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ അസൽ പേര് സലീമാണ്. വളരെ ചിന്തിക്കണം. അക്ബറിന്റെ മകനാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ മകനാണ് ആര്? ഷാജഹാൻ. ഷാജഹാന് ഒരു മോളുണ്ട്, ജഹനാര. ജഹനാര കല്യാണം കഴിച്ചിട്ടില്ല. വലിയ മുരീദത്ത. ആരുടെ? ഖാജയുടെ. അവരൊക്കെ മുരീദന്മാരാണ്. മരിക്കാൻ നേരത്ത് ജഹനാര വസിയത്ത് ചെയ്ത്, എന്റെ ഖബറിന്റെ മുകളിൽ രാജകുമാരി എന്ന് എഴുതരുത്. ഖബറു മുരീദത്തി ഖാജ, ഇത് ഖാജയുടെ മുരീദത്തിന്റെ ഖബറാണെന്ന് എഴുതിയാൽ മതി. എന്നെ ഖാജയുടെ ഒരു മുരീദത്തിന്റെ ഖബറാണെന്ന് എഴുതിയാൽ മതി. എന്നെ രാജകുമാരി എന്റെ ഖബറിന്റെ മുകളിൽ എഴുതരുത് എന്ന് ജഹനാര വസിയത്ത് ചെയ്തു. എന്ത് വിചാരിച്ച്? മറ്റൊരു ആ ഷാജഹാന് ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്, ഔറംഗസീബ്. അള്ളാഹുവിന്റെ വലിയായിരുന്നു. കോഴിക്കോട്ടെ പഞ്ചാര കടപ്പുറത്ത് ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറയുന്നത് ഇപ്പോഴും ഈ ചെവിയിലുണ്ട്. ആരാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാരല്ലാതെ ആരാണ് ദീൻ നൽകിയത്? ആരാ ദീൻ പഠിപ്പിച്ചത്? ലോകം കണ്ട മഹാനാണ് ഔറംഗസീബ്. ഇന്ത്യ കണ്ട ഒരു മഹാത്ഭുതമാണ് ആര്? ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. AD 1799 മഹാൻ വഫാത്താകുന്നത്. AD 1799. ആരാ ഷെയ്ഖ്? 16 ത്വരീഖത്ത, ഖാദിരിയത്ത്, ഇഫായത്ത്, ചിശ്തിയത്ത്, സൂറവർദിയത്ത്, നഖ്ശബന്ദിയത്ത്, 16 ത്വരീഖത്തിൽ ഇജാസത്ത, ഔറാദ, യുദ്ധം ചെയ്യുമ്പോൾ ഔറാദ. ഔറാദാണ്. സദാസമയം ഔറാദിലായിരിക്കും ടിപ്പു റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിനെ ദർജയ്ക്ക് കൊടുക്കട്ടെ. മഹാനായ അവസാനത്തെ ശൈഖാര AD 1797 മഹാനായ ഖുതുബുൽ അനാമായ മഹാനായ ഖുതുബും ഔസുമായ മഹാനായ അശ്ശൈഖ് അസ്സയ്യിദ് ജിഫ്രി അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്നു. അപ്പോൾ കേരളത്തിലേക്ക് ഓടി വന്നു ടിപ്പു. എന്തിന്? ബൈഅത്ത് വാങ്ങാൻ, ബൈഅത്ത് സ്വീകരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കേരളത്തിലേക്ക് വന്ന ജിഫ്രി കബീലയിലെ ആദ്യത്തെ വല്ലിപ്പയാണ് ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി അൽ ഹദ്റമി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ കേരളത്തിൽ വരുന്നത് AD 1797. അപ്പോൾ ടിപ്പു ഓടി വന്നു കോഴിക്കോട്ടേക്ക്.
ടിപ്പു കോഴിക്കോട്ടേക്ക് വരുമ്പോൾ വീട്ടില് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ വീട്ടിൽ ഒരു ദിക്ർ മജ്ലിസ് നടക്കുക. ആ ദിക്ർ മജ്ലിസ് നടക്കുന്ന നേരത്ത് ഭക്ഷണത്തിലെ ചെറിയ ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ആ ഭക്ഷണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർക്കറിയാം ടിപ്പു വരുന്നുണ്ട്. ജനനം AD 1703, മരണം AD 1792. മക്കയിൽ നിന്ന് കോഴിക്കോട് വരുന്നത് AD 1797. വന്നപ്പോൾ നേരെ ടിപ്പു സുൽത്താന് അന്ന് 15 ത്വരീഖത്തുണ്ട്. 16ാമത്തെ ത്വരീഖത്ത് സ്വീകരിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ കോഴിക്കോട് വന്നു. കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. അവസാനത്തെ ഷെയ്ഖ് നമ്മളെ പ്രസിഡന്റിന് വല്യപ്പയാണ്. പിന്നെ ടിപ്പു സുൽത്താൻ 2 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. AD 1799, AD 1799 ടിപ്പു സുൽത്താൻ ഷഹീദായി. 16 ത്വരീഖത്ത്. ആരാ? മശായിഖന്മാർ അല്ലാതെ, അഹ്ലു സുന്നയുടെ സൂഫികൾ അല്ലാതെ ലോകത്തെവിടെയാണ് ഒരു ഉത്ഥാനം ഉണ്ടായത്? എവിടെയാണ് ഒരു നവോത്ഥാനം ഉണ്ടായത്? ഞങ്ങളോട് കാണിച്ചു ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ. ആരാണ് ഷെയ്ഖ്? ആരാ? ബഹുമാനപ്പെട്ട മഹാനായ അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, അവരുടെ ശിഷ്യന്മാർ വഴി. പിന്നെ ബഹുമാനപ്പെട്ട ഔസുല്ലാഹും, ബഹുമാനപ്പെട്ട മഹാനായ നിഫാ ഷെയ്ഖ്. ഇവരുടെ തുടർച്ചയാണ് ആർക്ക്? സുൽത്താൻ സലാഹുദ്ദീൻ. 400 ചില്ലാനും കൊല്ലം പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ വെച്ചത് ഉസ്മാനികളാണ്. ആരാണ് അവരുടെ ഷെയ്ഖ്? അവർക്ക് 2 ഷെയ്ഖുമാരാണ്. ഒന്ന് മഹാനായ അശ്ശൈഖുൽ അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി. മുഹയ്യിദ്ദീൻ ഇബ്നു അറബി വഹാബികൾ കാഫിറാക്കിയിട്ടുണ്ട്. കാഫിറാണ് വഹാബി വിശ്വാസം. നിങ്ങൾ നാവിനൊക്കെ എന്ത് പറ്റും? നിങ്ങൾ എന്താ വിചാരിച്ചു? മുഹയ്യിദ്ദീൻ ഇബ്നു അറബി അവരാ ഊർജ്ജം കൊടുത്തത്. അവരാരാ? അവർ അടിസ്ഥാനപരമായി അവർ സ്പെയിനുകാരനാണ്. അന്തലൂസ് നടന്നു വരിക. എങ്ങോട്ട്? മക്കയിലേക്ക്. AD 1200 മക്കയിലെത്തി. മഹാനായ അശ്ശൈഖ് അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി AD 1200 മക്കയിലെത്തി. 1204 വരെ മക്കയിൽ. ഇക്കാലത്താണ് അൽ ഫുതുഹാത്തുൽ മക്കിയ എഴുതിയിട്ടുള്ളത്. AD 1200 മക്കയിലെത്തി. 1204 വരെ മക്കയിൽ. ആ കാലത്ത് അവർ എഴുതിയ കിതാബാണ് അത്ഭുത കിതാബായ ബഹുമാനപ്പെട്ട അൽ ഫുതുഹാത്തുൽ മക്കിയ. AD 1204 സിറിയയിൽ പോയി. ഡമാസ്കസിൽ നിന്ന് അനട്ടോളിൽ പോയിട്ട് ഉസ്മാനെ കണ്ടു. ഉസ്മാൻ എന്ന ചെറുപ്പക്കാരനായ ഓടിച്ചാടി നടക്കുന്ന നായാട്ടുകാരനാണ്. ഉസ്മാൻ ഇർത്തുൽ ഖാസിയുടെ മകനാ. ഇർത്തുൽ ഖാസി ആരാ? അദ്ദേഹം ഒരു നാട്ടുമൂപ്പനാ. അത്രേ ഉള്ളൂ. അടിസ്ഥാനപരമായി സൈബീരിയക്കാർ പ്രത്യേകത എന്താ? സൈബീരിയക്കാർ വലിയ ക്ഷമാശീലരാ. സബരിയ എന്ന വാക്കിൽ നിന്നാണ് സൈബീരിയ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അറബികൾ നേരെ ധ്രുവപ്രദേശത്ത് പോയപ്പോൾ അവിടെ ക്ഷമിച്ചു ജീവിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ആ നാട്ടിന് സബരിയ എന്ന് പറഞ്ഞു. ആ സബരിയയാണ് പിന്നീട് സൈബീരിയ. അവിടുന്ന് വന്നവരാണ് ഇർത്തുൽ ഖാസിയുടെ മകനാ. സെൽജൂക്കി രാജവംശത്തിന്റെ കീഴിലുള്ള ഒരു നാട്ടുമുപ്പനാണ് ഇർത്തുൽ ഖാസി. ഇടക്കിടക്ക് ബാപ്പ കൊട്ടാരത്തിൽ ഇങ്ങനെ പോകും. സെൽജൂക്കി രാജവംശത്തിന്റെ കൊട്ടാരത്തിൽ പോകുമായിരുന്നു പല നാട്ടുകാര്യങ്ങൾക്ക് വേണ്ടി. ഒരിക്കൽ ചെന്നപ്പോൾ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരാളിരിക്കുന്നു. ആ ആൾ ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ ഒരു 34 ഫാത്തിഹ. 34 ഫാത്തിഹ. ഒരു വയസ്സൻ കൊട്ടാരത്തിന്റെ മുറ്റത്തുണ്ട്. മോനെ 34 ഫാത്തിഹ. 34 ഫാത്തിഹയും ഉസ്മാൻ ബാപ്പയെന്ന ഇർത്തുൽ ഖാസി എന്ന ബാപ്പയോട് കൂടെ സെൽജൂക്കി രാജവംശത്തിന്റെ കൊട്ടാരം കാണാൻ വേണ്ടി വന്ന കുട്ടിയോട് കൊട്ടാരത്ത് മുറ്റത്തിരിക്കുന്ന ഈ വയസ്സനായ മനുഷ്യൻ ഫാത്തിഹ ഓതിച്ചു. 34 ഫാത്തിഹ. അത്ഭുതം. 33 ആണെങ്കിൽ കണക്കാം. 34 ഫാത്തിഹ. 34 ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, സെൽജൂക്കികൾ അധികാരം നിനക്ക് തന്നു. നിനക്ക് ശേഷം 34 ആളുകൾ കൂടി ഉണ്ടാവും ഖലീഫമാരായി. 34ാമത്തെ ഖലീഫയാണ് മഹ്മൂദ് രണ്ടാമൻ. 1908 മഹ്മൂദ് രണ്ടാമനെ വഹാബികളും ബ്രിട്ടീഷുകാരും കൂടി ഗ്രീസിലേക്ക് നാട് കടത്തി. ഏറ്റവും പഠിക്കേണ്ട ചരിത്രമാണ്. സുന്നികൾക്ക് തീരെ അറിയാത്ത ചരിത്രം. വളരെ ചിന്തിക്കാൻ രണ്ടാളാണ് ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായത്. ഈ ഉസ്മാനിയ ഖിലാഫത്ത് കൊണ്ടാണ് ചെങ്കിസ് ഖാന്റെ ആക്രമണത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ പരിഹാരം ഉണ്ടായത്.
എന്താ പരിഹാരം? പേച്ച് വർക്ക് നടത്തി. പിന്നീട് ചെങ്കിസ് ഖാനെ പോലത്തെ ഒരാൾക്ക് അറബ് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ആരാ കാരണം? ഉസ്മാനികൾ. ആരാ ചെങ്കിസ് ഖാൻ? ഇതുപോലെ ഒരു തമ്മാടി ലോകത്തില്ല. ആ സമൂഹത്തിൽ നിന്ന് തകർന്നു പോലെ ഇസ്ലാമിയത്തിന് യൂറോപ്യന്മാരെ ആക്രമണം, പിന്നെയോ ചെങ്കിസ് ഖാൻ ആക്രമണം. ആ രണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രണ്ടാൾ വന്നു. ആ രണ്ടാളുകൾ രണ്ടാളെ താബിഈങ്ങളാ. ഒന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി. അവരുടെ പിൻഗാമികളാ രണ്ടാൾ. ആര്? ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി. ഒന്ന് ആരാ ഈ വയസ്സറിനറിയോ? ഈ കൊട്ടാരത്തിന്റെ മുറ്റത്തിരുന്ന് കുട്ടിയെ കൊണ്ട് 34 ഫാത്തിഹ ഓതിപ്പിച്ച ആൾ ആരാന്നറിയോ? ഷെയ്ഖ് ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി. ആ രണ്ട് ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി കുറഞ്ഞ കാലമാണ് ഉസ്മാന്റെയും ബാപ്പാൻ എരിത്തോളിന്റെയും കൂടെ ജീവിച്ച് പിന്നെ തിരിച്ചുപോയി. AD 1240 മഹാനായ മുഹീദ്ദീൻ അറബിയുടെ വഫാത്ത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ചിന്തിക്കണം. എവിടെയെല്ലാം മശായിഖന്മാരുണ്ടായോ അവിടെയെല്ലാം മുസ്ലിമീങ്ങൾക്ക് ഉദ്ധാനത ഉണ്ടായി. എവിടെയെല്ലാം മുസ്ലിമീങ്ങളെ തള്ളി പറഞ്ഞു ആ മുസ്ലിമീങ്ങൾ ഗർബിന്റെ അടിമകളായി. ഇന്ന് മുസ്ലിമീങ്ങൾ ഗർബിന്റെ അടിമകളാ. എന്താ കാരണം? വഹാബിയ. ദീനിന്റെ ആത്മാവിനെ വഹാബികൾ തകർത്തു. അപ്പോൾ മുസ്ലിമീങ്ങൾ പടിഞ്ഞാറിന്റെ അടിമകളായി. പടിഞ്ഞാറിന്റെ ആളുകൾ പറയുന്നതല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. പടിഞ്ഞാറിനനുസരിച്ച് നിൽക്കും. ഒരു സ്ഥിരതയില്ല. 1947 ആണ് ഇന്ത്യയുടെ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് ഇന്നും ഇന്ത്യയുടെ പതാകയാണ്. നാളെ ഇന്ത്യയുടെ പതാകയാണ്. ഒരു തറവാടിത്തള്ള പതാക. അതേ സമയത്ത് ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ട് മുതൽ AD 1932 അൽ മംലക്കത്തുൽ അറബിയത്തു സൗദിയ വരുന്നത്. എത്ര വട്ടം കൊടി മാറ്റി? ഇപ്പൊ മാറ്റാൻ തീരുമാനിച്ചു. എന്താ അങ്ങനെ? പഴയ കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാര് പാട്ടുപാടിയിരുന്നു. രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രി വില മാറി. വില കൂടിയാല് ഞാനൊരിക്കല് ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ്സിനകത്ത് നിൽക്കുമ്പോൾ പഴയ കാലത്ത് കുട്ടിക്കാലത്ത് അത് എനിക്ക് മനസ്സ് തോന്നുന്നില്ല. കുറച്ച് ബുദ്ധിസഞ്ചി തൂക്കിയ ഒരുത്തനും അതിന്റെ കുറച്ച് ആളുകളും വന്നിട്ട് സമരം ചെയ്യാം. അപ്പൊ സമരത്തിൽ എന്താ വില കൂടിയ സമരം? ഒരു പാട്ട്. എന്താ പാട്ട്? രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രി ആയാൽ വില മാറി. ഇതുപോലെയാണ് ഇപ്പോൾ പതാക. അയ്യേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു സ്ഥിരതയില്ലാത്തത്? എന്തുകൊണ്ട്? ഇതൊക്കെ അയാൾ എന്റെ ഓർമ്മ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. എവിടെയെല്ലാം മശായിഖന്മാരും അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുണ്ടോ അന്നെല്ലാം മുസ്ലിമീങ്ങൾ ആൺകുട്ടികളായി എണീറ്റ് നിൽക്കും. എന്നെല്ലാം മശായിഖന്മാരെ തള്ളി പറഞ്ഞു, എന്നെല്ലാം സുന്നത്തിമായത്തിന്റെ ഉലമാവിനെ തള്ളി പറഞ്ഞു, അന്നെല്ലാം മുസ്ലിമീങ്ങൾ ഗർബിന്റെ അടിമകളാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്